ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SPD വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. SPD വെക്കുന്ന വീഡിയോ നമ്മളെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ LNDയുടെ SPD ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് SPD ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. അതിൻ്റെ കാറ്ററേജും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 3 ഫേസ് ആണ് വരുന്നത്. അതിൻ്റെ കൊടുക്കുന്ന രീതിയാണ്. പിന്നെ അതേപോലെ ഇത് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നുകൂടിയും വരുന്നുണ്ട്. അപ്പോൾ 2 വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ SPD വെക്കുമ്പോൾ എവിടെ വെക്കേണ്ടത് ഒക്കെ ഉള്ളൊരു ഇൻഫർമേഷനുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് വെക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ കാണുന്ന LNDയുടെ SPD ആണ്. അപ്പോൾ ഇതിൻ്റെ കാറ്ററിജും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കാറ്ററിജിനാണ് വരിക. അതേപോലെ വരിക കേട്ടോ. അത് ഊരി വെച്ചതാണ്. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർജിൽ നിന്ന് വരുന്ന, അതായത് ലൈറ്റ്നിങ്ങിൽ നിന്ന് വരുന്നതും അതേപോലെ ലൈനിൽ ഹൈ വോൾട്ടേജ് കയറി വരുമ്പോഴൊക്കെ നമ്മളെ വീടുകൾക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ SPD വെക്കുന്നത്. SPD വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കാറ്ററിജും കംപ്ലൈൻറ്റ് ആയാൽ അറിയുന്നത് ഇതിൻ്റെ കൂടെ റെഡ് ഇൻഡിക്കേഷൻ കാണിക്കും. അതായത് ഇവിടെ റെഡ് കളർ വന്നുകൊണ്ടിരിക്കും ഈ ഡിസ്പ്ലേയിൽ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാറ്ററിജ് മാറ്റേണ്ടത്. അതങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. നല്ല രീതിക്ക് ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ്, ഇപ്പോൾ ലൈനിൽ കൂടി ഇപ്പോൾ വോൾട്ടേജ് കൂടുതലായി വരികയാണെങ്കിലും ഈ സാധനം കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് LNDയുടെ ക്ലാസ് 1 and 2 പറഞ്ഞ SPD ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ വേറൊരു സെറ്റപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 18,000 റുപ്യ റേറ്റ് ഏകദേശം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല SPD എടുക്കുന്ന സമയത്ത് ഇതിലൊരു ഗ്രീൻ കളറിലൊരു 3 ഡോട്ടുള്ളൊരു സംഭവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പല ഇതിലും കാണാറുണ്ട്. പലരും ഇത് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ഇത് പലരും ഇത് ഒഴിവാക്കായിരിക്കും ചെയ്യുക. മിക്കവാറും ഇത് എന്താണെന്ന് അറിയാതെ കൊണ്ട് അത് ഒഴിവാക്കി വിടായിരിക്കും ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡോട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഈ SPDയിൽ വരുന്ന കാറ്ററിജ് ഉണ്ടല്ലോ, ഈ കാറ്ററിജിന് നമുക്ക് പെട്ടെന്ന് ഇൻഡിക്കേഷനായിട്ട് അറിയില്ല. അതായത് ചിലതൊക്കെ നമുക്ക് പോയാലും ചിലതിൽ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഇത് ലൈറ്റ് കത്തും എന്നല്ല പറയുന്നത്, ഒരു റെഡ് കളർ അതിൻ്റെ ഉള്ളിലേക്ക് മാറി നിൽക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. ആ ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഈ സംഭവം കൊടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ കാറ്റലോഗിൽ വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഉണ്ടോ, പ്രകൃതി കണ്ടോ, ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ്റെ മാപ്പ് വരുന്നത്. അതായത് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ഫേസ് 11-ലും 14, 12 വരിക. അപ്പോൾ 12ലേക്ക് ടച്ച് ആകുമ്പോൾ നമുക്ക് SPD ഗ്രീൻ കളർ കത്തിക്കൊണ്ടിരിക്കും. ഈ ഗ്രീൻ കളറിലെ ഇൻഡിക്കേറ്റർ എപ്പോഴും ഫുള്ളായി കത്തിക്കൊണ്ട് നിൽക്കും കേട്ടോ, നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി SPD കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 11 മാറി 14ലേക്ക് വരും. അതായത് ഇത് കാറ്ററിജ് ഊരി കഴിഞ്ഞാൽ കാണിച്ചു തരാം. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 14ലേക്ക് പോകുമ്പോൾ ഈ കാറ്ററിജ് ഊരിക്കഴിഞ്ഞാൽ ഈ റെഡ് ഇൻഡിക്കേഷൻ കത്തും. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്ത് കണ്ടോ. അപ്പോൾ ഇത് കത്തിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന റീപ്ലേസ്മെൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്, അതായത് കാറ്ററിജ് മാറ്റേണ്ട സമയം ആയിക്കുന്നുള്ള ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതല്ലാതെയും വേറെ ഉപയോഗങ്ങളുണ്ട് നമുക്കിതിൽ. കാരണം ഈ സംഭവം വെച്ചിട്ട് നമുക്ക് 3 ഫേസ് മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ റിലേ ഒക്കെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് മോട്ടർ കട്ട് ഓഫ് ആകാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് 3 ഫേസ് മോട്ടറുള്ള പമ്പുകളുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 11-ലാണ് ഫേസ് കൊടുക്കേണ്ടത്. അതായത് 11-ൽ ഫേസ് കൊടുക്കുക. ഒരു ഫേസ് എടുത്തിട്ട് 11 കൊടുക്കുക. എന്നിട്ട് റെഡ് ഇൻഡിക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 11 to 14, 11 to 14-ലാണ് നമുക്ക് 14-ലാണ് റെഡ് ഇൻഡിക്കേഷൻ്റെ ഒരു വയറിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കാറ്ററിജും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഊരി കഴിഞ്ഞാൽ നമുക്ക് ആ റെഡ് ഇൻഡിക്കേഷൻ കത്തും. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് അറിയാൻ പറ്റും. ഇനി 11 to 12 ആണെങ്കിൽ ഇത് ഗ്രീൻ കളർ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. നമ്മളെ കാറ്ററിജിന് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വരട്ടെ. അപ്പോൾ ന്യൂട്രൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിക്കേഷനിൽ ന്യൂട്രൽ ഉണ്ടല്ലോ, അത് നേരിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഏതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഇതിലേക്ക് കൊടുക്കാം കേട്ടോ. ഇനി SPD എവിടെ വെക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പ് ഇതിൽ എർത്താണ് മസ്റ്റ്. ഇതിൻ്റെ എർത്ത് 2 ലെഗാണ്. ചില കമ്പനിയിൽ 2 എണ്ണം വരുന്നുണ്ട്, ചിലയിൽ 1 വരാറുണ്ട്. ഒരു കോപ്പറേറ്റർക്ക് 1 വെച്ച് കൊടുക്കാം, 2 കോപ്പറേറ്റർക്ക് 2 ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എർത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇടണം. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും വേണം. അത് നേരെ ഇതിപ്പോൾ SPDക്കുള്ള പ്ലേറ്റ് എർത്തിങ് ആണ്. ഇത് പ്ലേറ്റ് എർത്തിങ് ആണ് വരുന്നത്. അപ്പോൾ SPDക്കുള്ള പ്ലേറ്റ് എർത്തിങ് ഇതിൽ വന്നിട്ട് ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. അവിടെ വയർ എത്തിച്ചിരിക്കണം. 2 വയറല്ല, 2 കോപ്പർ 10-ലെ കോപ്പർ അവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ഇതിലേക്ക് കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.
ഒരു കാരണവശാലും നമുക്ക് എർത്തുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാതിരിക്കായിരിക്കും എൻ്റെ ഏറ്റവും നല്ലത്. കാരണം ഈ കാട്രിഡ്ജിന് എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. ചിലപ്പോൾ അറിയാത്ത സമയങ്ങളിൽ ഹൈ വോൾട്ടേജ് പിന്നെയും വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി അല്ലെങ്കിൽ എർത്തിന് വല്ല ഡാമേജ്, ഇപ്പോൾ ഉദാഹരണത്തിന് SPDയുടെ എർത്തിന് വല്ല ഡാമേജ് വന്നാലും ഈ ലൈറ്റ്നിങ് നേരെ നമ്മളെ വീട്ടിലെ എല്ലാ ഓക്യുപ്പൻസിനും പോകും. എർത്ത് വഴി പോയി കഴിഞ്ഞാലും അപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എർത്ത്. അവിടെ വേറൊരു എർത്ത് വരുന്നുണ്ട്, അത് നമ്മൾ പാനൽ ബോർഡിൻ്റെ എർത്താണ്. SPD വെക്കേണ്ടത് ഈ ഭാഗത്താണ്. നമ്മൾ പാനൽ ബോർഡിൻ്റെ ഉള്ളിൽ ആണ് SPD സെൻറ്ററത്തെ ഭാഗത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററത്തെ ഭാഗത്ത് നിന്ന് ഐസൊലേറ്ററിൽ നിന്ന് നേരെ കയറിയിട്ട് അതിൽ നിന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് RCCBക്ക് പോവുക. അത് കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കോപ്പർ വന്ന് നടക്കുന്നത്. 2 എർത്ത് കണ്ടോ, അത് നമ്മൾ എർത്തയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഈ വീട്ടിലേക്കുള്ള പാനൽ ബോർഡാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഉള്ള കറണ്ടിൻ്റെ പാനൽ ബോർഡാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് UG കേബിളും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കണക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ആ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ LNDയിൽ നമ്മളിത് ശരിക്കും സപ്ലൈ കൊടുത്തു വെച്ചിട്ടോ, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊടുത്തതാണ്. നമ്മൾ വേറെ ഫേസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല, ഇതിൽ മാത്രമേ സപ്ലൈ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെൻറ്ററിൽ വരുന്നത് ഫേസ് കൊടുത്തു, അതായത് 11 ഫേസ് കൊടുത്തു. അതേപോലെ 12ഉം 14ഉം ഓരോ ലീഡ് കൊടുത്തു. അപ്പോൾ 12 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ കളറിലേക്കാണ് പോവുക. 12ത്തെ വയർ കണ്ടോ, ഇവിടുന്ന് വരുന്നത് 12ത്തെ വയർ നമ്മൾ ഗ്രീൻ കളർക്ക് കൊടുത്തു. കണ്ടോ, ഈ യെല്ലോ കളർ കണ്ടോ, ഇത് 12ആണ് ഈ അറ്റത്തെ വയർ, അത് ഗ്രീനിൽ കൊടുത്തു. നമ്മൾ ഈ എൻഡിൽ വരുന്ന വയർ 12ൽ കൊടുത്തു. അതേപോലെ 14 വന്നിട്ട് നമ്മൾ റെഡിലും കൊടുത്തു, അതായത് മറ്റേ അറ്റം റെഡിലും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാട്രിഡ്ജിന് കുഴപ്പമില്ല, ഗ്രീൻ കളറാണ് കത്തുന്നത്. അതായത് കാട്രിഡ്ജിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റെഡ് കളറാവും. അതായത് കാട്രിഡ്ജിന് പോയി കഴിഞ്ഞാൽ മാത്രമേ റെഡ് കളറിൽ കത്തുള്ളൂ. ഇപ്പോൾ ഇത് ഗ്രീൻ കളറിലാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാട്രിഡ്ജിന് ഊരി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ റെഡ് കത്തുന്നില്ല. കാട്രിഡ്ജ് ഞാൻ ഊരാൻ പോവാണ്. ഇപ്പോൾ ഗ്രീൻ കളറാണ് കത്തുന്നത് കേട്ടോ. കാട്രിഡ്ജ് ഊരുമ്പോൾ നമുക്ക് റെഡായി കത്തുന്നത് കാണാൻ പറ്റും. കാട്രിഡ്ജ് കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് റെഡ് കത്തുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാത്തതുകൊണ്ട് നമുക്കിത് ഊരി കാണിച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കാട്രിഡ്ജിന് ഊരി, അപ്പോൾ ഇവിടെ എന്തായി, റെഡ് കളറിൽ ഇൻഡിക്കേഷൻ കത്തി. അപ്പോൾ കാട്രിഡ്ജും കംപ്ലൈൻ്റ് ആണ്, എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണെന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് ഏതൊരു കാട്രിഡ്ജ് കംപ്ലൈൻ്റ് ആയാലും കംപ്ലൈൻറ്റ് കാണിക്കട്ടോ. എല്ലാ കാട്രിഡ്ജും ഒരുമിച്ച് പോവില്ല, ചിലത് കുറച്ച് പോകും, ചിലത് ഫുള്ളായി പോയി കഴിഞ്ഞാൽ ഇത് റെഡ് ഇൻഡിക്കേഷൻ ഇതിൽ കാണിക്കും, അതേപോലെ ഇതിലും കാണിക്കട്ടോ. ഇതാണ് ആദ്യം നമുക്ക് അറിയാൻ പറ്റിയ, പെട്ടെന്ന് ഇതിൽ പെട്ടെന്ന് അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ കട്ട് ഓഫ് ആയി കേട്ടോ. ഗ്രീൻ കളർ കട്ട് ഓഫ് ആയി. ഞാൻ തിരിച്ച് കുത്തുമ്പോൾ ഈ റെഡ് പോയിട്ട് ഗ്രീൻ ആവും. ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കുത്തുന്ന സമയത്ത് അവിടെ റെഡ് കട്ട് ഓഫ് ആയിട്ട് ഗ്രീനിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് ഊരി കൊണ്ടാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സംഭവം വരിക കേട്ടോ. അപ്പോൾ ഇതിനാണ് ഈ കമ്പനി ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു.